ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ എന്തൂസിയാസ്റ്റാണ്. ഇന്ന് നമ്മൾ പറയുന്നത് മൺസൂൺ സ്കിൻ കെയർ റുട്ടീനെ പറ്റിയിട്ടാണ്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ടെടുക്കാം. റെയിനി സീസൺ അല്ലെങ്കിൽ മൺസൂൺ സീസൺ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആദ്യമൊക്കെ പണ്ടൊക്കെ ഭയങ്കര ഒരു ഇതായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇപ്പോഴത്തെ മഴയുടെ ഇന്റൻസിറ്റി ആണ് നമുക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. അതുപോലെ തന്നെ അൺപ്രഡിക്റ്റബിൾ ആണ് നമ്മുടെ റെയിനി സീസൺ. നമ്മുടെ വെയിലാണെങ്കിൽ നമുക്ക് പറയാം, ചൂടാണെങ്കിൽ കണ്ടിന്യൂസ് ചൂടാണ്, അപ്പൊ നമ്മുടെ സ്കിൻ ഇങ്ങനെയാവും അങ്ങനെയാവും എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ റെയിനി സീസണിലോട്ട് ചിലപ്പോൾ മഴ പെയ്തില്ലെങ്കിൽ വെതർ നോർമൽ ആയിരിക്കും, മഴ പെയ്ത തണുപ്പായിരിക്കും. അങ്ങനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു വെതർ വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നും അതനുസരിച്ചിട്ട് ചേഞ്ച് ആവാൻ തുടങ്ങും. അതായത് ഇപ്പം നമുക്കൊരു ഡ്രൈ സീസണിലൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാം, ഓക്കെ ഫൈൻ, ഓയിൽനെസ് ഒന്ന് കുറവുണ്ട്, നമ്മുടെ ഫേസ് ഒക്കെ ഒന്ന് ഡ്രൈ ആയിട്ടിരിക്കുകയാണ് എന്ന് നമുക്ക് പറയാം. പക്ഷെ മൺസൂണിലോട്ട് പോകുമ്പോൾ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഓയിൽ പ്രൊഡക്ഷൻ പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഡ്രൈനെസ് പറയാൻ പറ്റില്ല, ഹ്യൂമിഡിറ്റിയുടെ ഇന്റൻസിറ്റി ഒന്നും പറയാൻ പറ്റത്തില്ല. ഹ്യൂമിഡിറ്റി ഉണ്ടാവും, അതുപോലെ തന്നെ റെയിൻ്റെ ആ ഒരു എന്താ പറയുന്ന ആ ഒരു വല്ലാത്തൊരു അവസ്ഥയുണ്ടാവും. അപ്പൊ അതനുസരിച്ച് നമ്മുടെ സ്കിൻ റിയാക്ട് ചെയ്യാൻ തുടങ്ങും. മാത്രമല്ല നമ്മുടെ പോസിനെയൊക്കെ നല്ല രീതിയിൽ എഫക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പൊ നമ്മുടെ ഓരോ സ്കിൻ ടൈപ്പ് അനുസരിച്ച് എങ്ങനെ ചേഞ്ച് വരും എന്ന് ചോദിച്ചാൽ, എങ്ങനെ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഓയിലി സ്കിൻ ആണെങ്കിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഒന്ന് റീജുവനേറ്റ് ചെയ്തൊന്ന് ഫ്രഷ് ആയിട്ടിരിക്കാനാണ്. എന്നാൽ ഡ്രൈ സ്കിന്നിലോട്ട് പോകുമ്പോഴത്തേക്ക് നിങ്ങൾ കുറച്ച് ഡ്രൈനെസ് മാറ്റാനായിട്ടും ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ടുമാണ് നോക്കുന്നത്. ഈവൻതോ അതൊരു നമ്മൾ മൊത്തത്തിൽ വെള്ളത്തിൽ ഇരുന്നാൽ നമ്മുടെ സ്കിന്നിന് ആ ഒരു ഹൈഡ്രേഷൻ കിട്ടണം എന്നില്ല. കോമ്പിനേഷൻ സ്കിൻകാർക്കാണെങ്കിൽ ആക്നെപ്രോൺ സ്കിൻകാർക്കൊക്കെ ആണെങ്കിൽ നമ്മുടെ പോസ് എപ്പോഴും ക്ലോഗ് ആയിട്ട് തുടങ്ങും. എനിക്ക് വന്നു തുടങ്ങി, എനിക്ക് കുഞ്ഞു 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 മോക്കുരുക്കൾ ഈ രണ്ട് വശത്തും വന്നു തുടങ്ങി. ഫസ്റ്റ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ക്ലെൻസേഴ്സ് ആണ്. ക്ലെൻസേഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, അതൊന്നുകിൽ ജെന്റിൽ ആയിരിക്കണം, അതല്ലെങ്കിൽ സോപ്പ് ഫ്രീ ആയിരിക്കണം, അതല്ലെങ്കിൽ സാലിസിലിക് ആസിഡ് ബേസ്ഡ് ക്ലെൻസേഴ്സ് ആയിരിക്കണം. സോപ്പ് ഫ്രീ അതല്ലെങ്കിൽ ജെന്റിൽ സാലിസിലിക് ആസിഡ് ഞാൻ പറയാൻ കാരണം ഓരോ സ്കിൻ ടൈപ്പ് അനുസരിച്ച് മാത്രമല്ല. ഇപ്പൊ നിങ്ങൾ ഏത് സ്കിൻ ടൈപ്പ് ആണെങ്കിലും മാക്സിമം മോർണിംഗിൽ ഒരു ജെന്റിൽ ഫേസ് വാഷ് ആണ് ഈ ഒരു കണ്ടീഷനിൽ ഏറ്റവും നല്ലത്. അപ്പൊ നിങ്ങളുടേത് ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഞാൻ ഈവൻ ദോ നമ്മുടെ പോസൊക്കെ ഒന്ന് ക്ലോഗ് ആയിട്ടിരിക്കാൻ ടൈം ആയതുകൊണ്ട് നമുക്ക് കുരുക്കൾ ഒരുപാട് വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ പറയും മോർണിംഗിൽ നമ്മളൊരു ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. സോ മോർണിംഗിൽ എപ്പോഴും ജെന്റിൽ ആയിട്ടുള്ള കുറച്ച് ക്ലെൻസേഴ്സ് യൂസ് ചെയ്യാം. നൈറ്റിലോട്ട് വരുമ്പം നിങ്ങൾക്ക് ആക്റ്റീവ്സ് ഉള്ള ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പൊ ഡ്രൈ സ്കിൻകാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സാലിസിലിക് ആസിഡിന് പകരം വേണമെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യാം. പിന്നെ സാലിസിലിക് ആസിഡ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പോസ് ഒക്കെ ഒന്ന് ക്ലെൻസ് ആവാണ്. പക്ഷെ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൈക്കോളിക് ആസിഡ് ഫേസ് വാഷ് നല്ലൊരു ഓപ്ഷൻ. ഇനി നമുക്ക് കുറച്ച് ജെന്റിൽ ഫേസ് വാഷിന്റെ റെക്കമെൻഡേഷൻസ് നോക്കാം. ഫസ്റ്റ്, സോപ്പ് ഫ്രീ ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ സിമ്പിളിൽ സോപ്പ് ഫ്രീ ഫേസ് വാഷ് ഉണ്ട്. രണ്ട്, നമുക്കൊരു ജെന്റിൽ ആയിട്ടുള്ള ഫേസ് വാഷ് അല്ലെങ്കിൽ ക്ലെൻസേഴ്സ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ എപ്പോഴും സെറ്റാഫിലാണ്. സെറ്റാഫിലിൽ ജെന്റിൽ ക്ലെൻസറും ഉണ്ട്, പിന്നെ സെറ്റാഫിലിന്റെ ഓയിലി സ്കിൻകാർക്കുള്ള ക്ലെൻസേഴ്സ് വേറെയുണ്ട്. പിന്നെ അടുത്ത് നമ്മുടെ ഡോട്ട് ആൻഡ് കീയുടെ ബാരിയർ റിപ്പയർ ക്ലെൻസർ നല്ലൊരു ഓപ്ഷനാണ്. അതല്ലെങ്കിൽ നമ്മുടെ ഡോക്ടർ ഷെയ്ത്തിന്റെ സെറമേഡ് ആൻഡ് വിറ്റാമിൻ സി ഫേസ് വാഷ് നല്ലൊരു ഓപ്ഷനാണ്. അതല്ലെങ്കിൽ നമ്മുടെ ഫിക്സ്ഡേർമയുടെ നോൺ ഡൈയിങ് ഫേസ് ക്ലെൻസർ നല്ലൊരു ഓപ്ഷനാണ്. അല്ലെങ്കിൽ ഫേസ് ക്ലെൻസർ ഫേസ് വാഷ് അത് നല്ലൊരു ഓപ്ഷനാണ്. സെബാമെന്റിന്റെ ഫേസ് ക്ലെൻസേഴ്സ് നല്ലൊരു ഓപ്ഷനാണ് നമ്മുടെ ഈ ഒരു ജെന്റിൽ ആയിട്ടുള്ള വെച്ചാൽ അധികം നമ്മുടെ ഓയിലൊന്നും സ്ട്രിപ്പ് ഔട്ട് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്ത് കളയാനായിട്ട്. അതുപോലെ തന്നെ ക്വിഞ്ചിന്റെ ഫേസ് വാഷിന്റെ ഭയങ്കര ജെന്റിലാണ് സ്കിന്നിന്, അതും നല്ലൊരു ഓപ്ഷനാണ്. ഇനി കുറച്ച് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് നോക്കാം. സാലിസിലിക് ആസിഡ് എന്തുകൊണ്ടാണ് നല്ലതെന്ന് വെച്ചാൽ നമ്മുടെ പോസിനൊന്ന് ക്ലെൻസ് ചെയ്യാനായിട്ട് സാലിസിലിക് ആസിഡ് ആണ് ബെസ്റ്റ്. അപ്പോൾ കുറച്ച് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് ഏതൊക്കെയെന്ന് നോക്കിയാൽ നമ്മുടെ മിനിമലിസ്റ്റിലെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് ഉണ്ട്, ഫോക്സ്ടെയിലെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് ഉണ്ട്, ഡെർമക്കോയുടെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് ഉണ്ട്, ഗ്യാബിറ്റിന്റെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് ഉണ്ട്, പ്ലമ്മിലുണ്ട് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ്, ഡെർമക്കോയിലും പ്ലമ്മിലും ഫോമിംഗ് ടൈപ്പ് ഫേസ് വാഷ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എക്സ്ട്രീംലി ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കെമിസ്റ്റഡ് പ്ലേയിലുണ്ട് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ്, അത് കഴിഞ്ഞ് ആക്നെ സ്കോഡിലുണ്ട് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് ഉണ്ട്. പിന്നെ അതല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ഫാർമസിയിൽ പോയിട്ട് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് ചോദിച്ചാൽ അവർ തരും. അല്ലെങ്കിൽ നമ്മുടെ ഫിക്സ്ഡേർമയിൽ ഉണ്ട് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ്. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ കുറച്ച് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് കിട്ടും. ഇനി നിങ്ങൾക്ക് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് എപ്പോഴും യൂസ് ചെയ്യുന്നത് വെച്ചാൽ എപ്പോഴും ബെസ്റ്റ് ഈ ഒരു വെതറിൽ നമ്മുടെ നൈറ്റിൽ ലാസ്റ്റ് സ്കിൻ കെയർ റുട്ടീനിൽ ചെയ്യുമ്പോഴത്തേക്ക് രാത്രി യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കുറച്ച് ഗ്ലൈക്കോളിക് ആസിഡ് ഫേസ് വാഷ് നോക്കുകയാണെങ്കിൽ ഡെർമക്കോയിൽ ഉണ്ട് ഗ്ലൈക്കോളിക് ആസിഡ് ഫേസ് വാഷ്, ലോറിയൽ പാരീസിലുണ്ട് ഗ്ലൈക്കോളിക് ആസിഡ് ഫേസ് വാഷ്, ഡോക്ടർ ഷെയ്ത്തിലെ ഗുലാബാൻ ഗ്ലൈക്കോളിക് ആസിഡ് ഫേസ് വാഷ് ഉണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ഗ്ലൈക്കോളിക് ആസിഡും സാലിസിലിക് ആസിഡും കൂടെയുള്ള ഫേസ് വാഷ് നോക്കുകയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ എപ്പോഴും നോക്കുക ഇത് നൈറ്റിൽ മാത്രം യൂസ് ചെയ്യാം. റിക്വെല്ലുണ്ട് AHA BHA ഫേസ് വാഷ്, അതുപോലെ തന്നെ നമ്മുടെ പിൽഗ്രിമിലും ഉണ്ട് ഗ്ലൈക്കോളിക് ആസിഡ് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ്.
ഇത് ആക്ച്വലി നല്ലതാണ്. പക്ഷെ എക്സ്ട്രീംലി ഡ്രൈ സ്കിൻകാർ യൂസ് ചെയ്യാത്തതാണ് നല്ലത്. ബാക്കി ഫേസ് സ്കിൻ ടൈപ്പുകാർക്ക് നമ്മൾ നൈറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾക്ക് സ്കിന്നിൽ ഭയങ്കരമായിട്ട് ഇത് യൂസ് ചെയ്യുമ്പോൾ ഡ്രൈനെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ വൺസ് ഇൻ എ വൈൽ മാത്രം യൂസ് ചെയ്യുന്നതും ബെസ്റ്റാണ്. കാരണം ഈ സമയത്ത് നമുക്കെപ്പോഴും ബാരിയർ ഡാമേജ് ആവാതെ സ്കിൻ ഡ്രൈ ആവാതെ സ്കിന്നിൽ ജെന്റിലായിട്ട് പോസിനെ എങ്ങനെ ക്ലെൻസ് ചെയ്യാന്നാണ് നമ്മൾ എപ്പോഴും നോക്കുന്നത്. ഇനി നമ്മൾ മോയ്സ്ചറൈസേഴ്സിൽ പോവുകയാണെങ്കിൽ മാക്സിമം ഡ്രൈ സ്കിൻ ആണെങ്കിൽ പോലും മാക്സിമം നിങ്ങൾ ലൈറ്റ് വെയ്റ്റഡ് എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കിന്നിന് പറ്റിയ ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് നോക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. മാക്സിമം നിങ്ങളുടെ പോർസ് ക്ലോഗ് ആവാത്ത നോൺ കോമിഡോജനിക് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഓയിലി സ്കിൻകാരാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ജെൽ ബേസ്ഡ് മോയ്സ്ചറൈസേഴ്സ് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ടൈമിൽ നമ്മുടെ ഫേസിൽ ഭയങ്കര ഹെവിനെസ് തോന്നും. അപ്പോൾ ആ ഹെവിനെസ് നമ്മളിപ്പോൾ ഫേസ് മോയ്സ്ചറൈസറൊക്കെ ഇടുമ്പോൾ ആ ഒരു മഴയൊക്കെ നനയുമ്പോൾ നമുക്ക് ആ ഒരു മഴയൊക്കെ നമുക്കറിയാം ഒരു വല്ലാത്തൊരു ഹെവിനെസ് നമുക്കിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഇട്ടാൽ തന്നെ തോന്നും. അപ്പോൾ മാക്സിമം നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മോയ്സ്ചറൈസേഴ്സ് ആയാലും സിറംസ് ആയാലും ലൈറ്റ് വെയ്റ്റഡ് ആയിട്ട് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. മാത്രമല്ല ഒരുപാട് ലെയർ അപ്പ് ചെയ്യാതിരിക്കാനായിട്ടും ശ്രദ്ധിക്കുക. കാരണം ലെയർ കൂടുന്നവരെ നമുക്ക് ഒരുപാട് ഹെവിനെസ് തോന്നും. ഹെവിനെസ് തോന്നുമ്പോൾ നമ്മുടെ പോസ് ക്ലോഗ് ആവും. മീൻസ് നമുക്ക് എപ്പോഴും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് നമ്മുടെ പോസ് അൺക്ലോഗ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. കാരണം ഈ ഒരു കണ്ടീഷനിൽ ഈ ഒരു ഇപ്പം ഹ്യൂമിഡിറ്റി കാരണം നമ്മുടെ പോസ് എപ്പോഴും ഇങ്ങനെ പൊട്ടി ഇരിക്കാനായിട്ട് ശ്രമിക്കുക. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. ഇനി നിങ്ങളുടെ എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് ജെൽ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ മിനിമലിസ്റ്റിന്റെ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ അതുപോലെ ക്വിഞ്ചിന്റെ അൾട്രാ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസർ നല്ലൊരു ഓപ്ഷനാണ്. പ്ലമ്മിന്റെ നിയാസിനമൈഡ് ആൻഡ് റൈസ് വാട്ടർ ഫേസ് മോയ്സ്ചറൈസർ നല്ലൊരു ഓപ്ഷനാണ്. 4 നമ്മുടെ ന്യൂട്രിജീനയുടെ ഹൈഡ്രോ ബൂസ്റ്റർ നല്ലൊരു ഓപ്ഷനാണ്. 5 പോൺസിന്റെ സൂപ്പർ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസർ ഓപ്ഷനാണ്. പക്ഷെ അത് ചില ആൾക്കാർക്ക് മോക്കുരു വരുന്നതുകൊണ്ട് ഞാനത് എപ്പോഴും വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി എന്നുള്ളൊരു ഓപ്ഷൻ പക്ഷെ എനിക്ക് വരാറില്ല. അപ്പോൾ അത് അത്രയും നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ നമ്മുടെ കോസറെക്സിന്റെ ഹൈഡ്രേറ്റിംഗ് മോയ്സ്ചറൈസറിന്റെ സ്നെയിൽ മീസ് അല്ലാണ്ട് വേറെ ഒരെണ്ണമുണ്ട്, അത് നല്ലൊരു ഓപ്ഷനാണ്. എർത്ത് രഥത്തിന്റെ 2 എണ്ണം ഉണ്ട്. അതൊരു 2 ടൈപ്പ് ജെല്ലാണ്. ഒന്ന് സിക്ക ജെല്ല് പിന്നെ സീഗ്ലോ എന്ന് പറഞ്ഞൊരു ജെല്ലും ഉണ്ട്. പിന്നെ നമ്മുടെ റിക്വലിന്റെ ഓയിൽ ഫ്രീ മാറ്റിഫൈങ് മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമുണ്ട്, അത് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ 4 വെച്ചാൽ നമ്മുടെ ഓർഡിനറിയുടെ മോയ്സ്ചറൈസർ ഹൈലൂറോണിക് ആസിഡ് മോയ്സ്ചറൈസർ നല്ലൊരു ഓപ്ഷനാണ്. അപ്പം ഇത്രയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് മോയ്സ്ചറൈസേഴ്സ് ആണ്. ഇത് നിങ്ങൾ എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ഇത്രയും അത്യാവശ്യം വലിയൊരു ലിസ്റ്റ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് സെറമൈഡ് മോയ്സ്ചറൈസേഴ്സ് പറഞ്ഞു. അപ്പോൾ ഇതിന് ഹൈഡ്രേഷനും കിട്ടും. ഒന്ന് നമ്മുടെ ഡോട്ടാൻകിയുടെ സെറമൈഡ് മോയ്സ്ചറൈസർ, റിക്വലിന്റെ സെറമൈഡ് മോയ്സ്ചറൈസർ, ഫോക്സ്ടെയിലിന്റെ സെറമൈഡ് മോയ്സ്ചറൈസർ, അതല്ലെങ്കിൽ നമ്മുടെ ഡീകൺസ്ട്രക്റ്റിന്റെ സെറമൈഡ് മോയ്സ്ചറൈസർ, ടെർമക്കോയുടെ 4% സെറമൈഡ് മോയ്സ്ചറൈസർ, അല്ലെങ്കിൽ ഹൈഫന്റെ ബാരിയർ റിപ്പയർ ക്രീമും നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇത്രയും നമുക്ക് മോയ്സ്ചറൈസേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഞാൻ ഇപ്പൊ സെറത്തിന്റെ കാര്യമൊന്നും പറയുന്നില്ല. പിന്നെ ഫേസ് വാഷായി മോയ്സ്ചറൈസറായി അടുത്തതാണ് എക്സ്ഫോളിയേഷൻ ആൻഡ് പിന്നെ നമ്മുടെ ഫേസ് മാസ്കുകളും. എക്സ്ഫോളിയേഷൻ മാസ്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ പോസിനെ ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ സമയത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നത് നമ്മുടെ പോസിനെ ഒന്ന് ക്ലെൻസ് ചെയ്യാനായിട്ടാണ്. എന്നും പറഞ്ഞിട്ട് ഓവർ എക്സ്ഫോളിയേഷനിലോട്ട് പോകരുത്. ഓവർ എക്സ്ഫോളിയേഷൻ ചെയ്താൽ എന്ത് സംഭവിക്കും, എക്സ്ഫോളിയേഷൻ ഇമ്പോർട്ടൻസ് എന്നൊക്കെ പറ്റിയിട്ട് നമ്മൾ ലാസ്റ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നൈക്കാർഡിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ എക്സ്ഫോളിയേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുക. മാസ്കിങ്ങിൽ അതായത് ക്ലേ മാസ്കിലൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ സമയത്തൊക്കെ നമ്മുടെ ഫേസിനെ ഒന്ന് റിഫ്രഷ് ചെയ്യാനായിട്ട് മാസ്കിങ്ങും എക്സ്ഫോളിയേഷനും ഹെൽപ്പ് ചെയ്യും. അതൊന്നെങ്കിൽ എക്സ്ഫോളിയേറ്റിംഗ് ടോണേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുക, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാസ്ക് ആയിട്ട് യൂസ് ചെയ്യാം. ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് ഒരു ടോണേഴ്സിന്റെ രൂപത്തിലാണ് യൂസ് ചെയ്യേണ്ടതെങ്കിൽ നമ്മളിപ്പോൾ ഓൾറെഡി നിങ്ങൾ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വീക്കിലി വൺസോ ടോയ്സോ നിങ്ങൾക്ക് പീലിംഗ് സൊല്യൂഷൻ യൂസ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡ് ടോണേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു നല്ല ഓപ്ഷനാണ്. നമ്മൾ ഓർഡിനറിയിൽ ഗ്ലൈക്കോളിക് ആസിഡ് ടോണർ ഉണ്ട്, ഡെർമക്കോയിൽ ഗ്ലൈക്കോളിക് ആസിഡ് ടോണർ ഉണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലമ്മിന്റെ ഗ്രീൻ ടീ ടോണർ ഡെയിലി യൂസ് ചെയ്താൽ അതൊരു മൈൽഡ് എക്സ്ഫോളിയേറ്റിംഗ് ടോണർ, അത് യൂസ് ചെയ്താലും മതി. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു ടോണേഴ്സ് സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ പിക്സിയുടെ ടോണർ, ഗ്ലോയിങ് ടോണർ യൂസ് ചെയ്യുക. ഇതൊന്നും ഡെയിലി യൂസ് ചെയ്യരുത്, വീക്കിലി വൺസോ ടോയ്സോ യൂസ് ചെയ്യുക. നല്ല എക്സ്ഫോളിയേറ്റിംഗ് കെമിക്കൽസ് ഉള്ളത് കെമിക്കൽ പീൽസ് ഉള്ള സാധനമാണ്. അതായത് HA BH കോൺസെൻട്രേഷൻ ഉള്ളതാണ്. നല്ല ഡെയിലി യൂസ് ചെയ്യുക. സ്കിൻ ബാരിയർ ഡാമേജും പിന്നെ ഇതിന്റെ വേറൊരു ബാരിയർ റിപ്പയർ വീഡിയോ കാണേണ്ടി വരും. അങ്ങോട്ട് പോകണ്ടല്ലോ, വേറൊരു വീഡിയോ വെറുതെ കാണണ്ടല്ലോ. അപ്പൊ ബാരിയർ കുഴപ്പമൊന്നും ഇല്ലാണ്ട് കൊണ്ടുപോയാൽ മതി. അപ്പൊ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുക. ഡെയിലി ആണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഹൈഡ്രേറ്റിംഗ് ടോണേഴ്സ് യൂസ് ചെയ്യുക. പ്ലമ്മിന്റെ ഗ്രീൻ ടീ ടോണറോ അതല്ലെങ്കിൽ നമ്മുടെ റോസ് വാട്ടർ ടോണേഴ്സ് ഏതെങ്കിലും. പ്ലമ്മിൽ ഒരുപാട്
ഫോറസ്റ്റ് എസെൻഷ്യലൊക്കെ ഗ്രീൻ ടീ നമ്മൾ റോസ് വാട്ടർ ടോണേഴ്സ് ഇട്ട് അല്ലെങ്കിൽ ഒരു നിയാസിനമൈഡ് ടോണർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു നല്ല ഓപ്ഷൻ. അല്ലാണ്ട് വീക്കിലി വൺസോ ടോയ്സോ നൈറ്റിൽ ഒരു HA/BHA ടോണേഴ്സ് യൂസ് ചെയ്യുന്നത് നല്ലത് ഓപ്ഷനാണ്. മൈൽഡ് ആയിട്ടാണെങ്കിൽ നമ്മുടെ മിനിമലിസ്റ്റിന്റെ PHA ടോണറും നല്ലൊരു ഓപ്ഷനാണ്. അപ്പൊ അങ്ങനെ ഏതെങ്കിലും എക്സ്ഫോളിയേറ്റിംഗ് ടോണേഴ്സ് യൂസ് ചെയ്യുക. അതല്ല പിന്നെ ഡെയിലി ഒരു ഹൈഡ്രേറ്റിംഗ് ടോണേഴ്സും കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ ഹൈഡ്രേഷനും കിട്ടും, പിന്നെ ടോണേഴ്സ് വഴിയുള്ള എക്സ്ഫോളിയേഷനും കിട്ടും. പിന്നെ 24 ഏജിന് മുകളിലുള്ള ആൾക്കാരാണെങ്കിൽ വീക്കിലി വൺസോ അല്ലെങ്കിൽ 2 ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ കെമിക്കൽ പീൽ യൂസ് ചെയ്യുന്നതും നല്ലൊരു ഓപ്ഷനാണ്. അതിനുശേഷം നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ മാസ്ക് ആണ്. ഏത് ക്ലേ മാസ്ക് യൂസ് ചെയ്താലും മതി, നമുക്ക് മാസ്ക് യൂസ് ചെയ്യണമെന്നുള്ളൂ. ഓയിലി സ്കിൻകാർ, എക്സ്ട്രീംലി ഓയിലി സ്കിൻകാർ വീക്കിലി ട്വൈസോ ത്രൈസോ യൂസ് ചെയ്യുക. നോർമൽ സ്കിൻകാർ, കോമ്പിനേഷൻ സ്കിൻകാർ മിനിമം 2 പ്രാവശ്യങ്ങൾ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഡ്രൈ സ്കിൻകാർ അറ്റ്ലീസ്റ്റ് 1 പ്രാവശ്യമെങ്കിലും മാസ്ക് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം അപ്പൊ നമ്മുടെ ഇതിന് എന്താ പറയുക, വീർപ്പ് മുട്ടിയിരിക്കുന്ന പോസ്റ്റിനെയൊക്കെ നമുക്കൊന്ന് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് മാസ്കിങ് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നത്. അടുത്തതാണ് സൺസ്ക്രീൻ. ഇപ്പൊ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, സൺസ്ക്രീൻ വേണോ, മഴക്കാലം അല്ലേ, വെയിലൊന്നും അധികം അടിക്കുന്നില്ലല്ലോ. വെയിൽ അടിക്കാത്തതിലല്ല നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്, സൺ വരുന്നതിനാണ് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മഴക്കാലം ആയാലും വെയിലുകാലം ആയാലും നമ്മൾ സൺസ്ക്രീൻ ഇമ്പോർട്ടൻ്റ് ആണ്. അകത്തിരുന്ന സൺസ്ക്രീൻ വേണോന്ന് വെച്ചാൽ SPF 30 വരെ മതി, അതിന് കൂടുതൽ സൺസ്ക്രീൻ ഒന്നും വേണ്ട. അപ്പൊ അങ്ങനെയൊന്ന് യൂസ് ചെയ്യാം. അപ്പൊ പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സൺസ്ക്രീൻ എടുക്കുമ്പോൾ 2 സാധനം കാണില്ലേ, PAയും കാണും SPF കാണും. നമുക്ക് PA ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ടൈമാണ് മഴക്കാലം. കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ക്ലൗഡിൽ ഈവൻറ്റോ കുറച്ചൊക്കെ UV റേസിന് അവരൊന്ന് പെനിട്രേറ്റ് ചെയ്യുന്ന തടഞ്ഞാലും UVA റേസിന് തീരെ തടയാൻ പറ്റത്തില്ല. അപ്പൊ എപ്പോഴും PA4+ ഉള്ള സൺസ്ക്രീൻ തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഞാൻ റെക്കമെൻഡേഷൻസ് പറയുന്നില്ല, കാരണം നമ്മൾ സൺസ്ക്രീൻ ആവശ്യത്തിന് കൂടുതൽ റെക്കമെൻഡേഷൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ടുള്ള സൺസ്ക്രീൻ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓവറോൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓയിലി കോമ്പിനേഷൻ സ്കിൻ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ജെൽ ബേസ്ഡ് സൺസ്ക്രീൻ ആയിരിക്കും ബെസ്റ്റ്. നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഒരു ലോഷൻ ബേസ്ഡ് സൺസ്ക്രീൻ ആയിരിക്കും ബെസ്റ്റ്. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ സ്കിൻ ഡാർക്ക് ആവുന്നുണ്ടെങ്കിൽ അത് കൂടുതലും വൈറ്റ് കാസ്റ്റ് ഇടുന്ന സൺസ്ക്രീനോ അല്ലെങ്കിൽ സിങ്ക് ഓക്സൈഡ്, ടൈറ്റാനിയം ഓക്സൈഡ് പോലെയുള്ള ആ ഫിൽറ്റേഴ്സ് ഉള്ള സ്കീനും ആയിരിക്കും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർ അതെല്ലാം എക്സ്ക്ലൂഡ് ചെയ്തിട്ട് സൺസ്ക്രീൻ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇപ്പൊ നിങ്ങൾ കുറച്ച് ഡാർക്ക് ഷെയ്ഡിലുള്ള ആൾക്കാരാണെങ്കിൽ വൈറ്റ് കാസ്റ്റ് ഇടുന്ന സൺസ്ക്രീൻ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു ഗ്രേഷ് അപ്പിയറൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റാൻ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് മെലാസ്മ ഉണ്ടെങ്കിൽ മാക്സിമം ടിൻറ്റഡ് സൺസ്ക്രീൻ, അതായത് കളറുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യാനും ശ്രദ്ധിക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ മൺസൂൺ സ്കിൻ കെയർ റുട്ടീനെ പറ്റിയിട്ടായിരുന്നു. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് എല്ലാ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസിലും ഞാൻ വരുന്നതാണ്. ട്യൂസ്ഡേയിൽ Q&A മറക്കണ്ട. കമന്റ് ബോക്സിൽ പറഞ്ഞാൽ നമുക്ക് ട്യൂസ്ഡേയിൽ Q&A ചെയ്യാൻ പറ്റുന്നതാണ്. Q&A നമുക്ക് സൈനെ പറ്റി സംസാരിക്കാം. ടിൽ ഡേറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്.